ഹായ് ഓൾ, ഗാലക്റ്റിക് ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും പൊതുവിജ്ഞാനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും തന്നെ വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ്? ഉത്തരം കാമി റിത ഷെർപ്പ. 29 തവണയാണ് നേപ്പാൾ സ്വദേശിയായ കാമി റിത ഷെർപ്പ എവറസ്റ്റ് കീഴടക്കിയത്. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന നേപ്പാളി അല്ലാത്ത വ്യക്തി ആരാണ്? ഉത്തരം കെൻടൺ കൂൾ. 18 തവണയാണ് ബ്രിട്ടീഷ് സ്വദേശിയായ കെൻടൺ കൂൾ എവറസ്റ്റ് കീഴടക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? ഉത്തരം ആർ രാമചന്ദ്രൻ. ആർ രാമചന്ദ്രനാണ് കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് ഈ കൊല്ലം അർഹനായത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചൈനയാണ് അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ തുറമുഖം ഏതാണ്? ഉത്തരം ചബഹാർ. ഇറാനിലെ ചബഹാർ തുറമുഖമാണ് ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ തുറമുഖം. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു എന്ന അഗ്നിപർവ്വതം ഏതു രാജ്യത്താണ്? ഉത്തരം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു എന്ന അഗ്നിപർവ്വതം ഉള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എസ്.കെ. പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ്.കെ. പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം കെ.പി. രാമനുണ്ണി. കൃതി ഹൈന്ദവം. ഹൈന്ദവം എന്ന കൃതിക്ക് കെ.പി. രാമനുണ്ണിക്കാണ് ഈ വർഷത്തെ എസ്.കെ. പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ്.കെ. പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത്. എട്ടാമത്തെ ചോദ്യം, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? ഉത്തരം ചിരി. ചിരിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യ അടുത്തിടെ സൈനിക ശക്തി പിൻവലിച്ച രാജ്യം ഏതാണ്? ഉത്തരം മാലിദ്വീപ്. മാലിദ്വീപാണ് ഇന്ത്യ അടുത്തിടെ സൈനിക ശക്തി പിൻവലിച്ച രാജ്യം. പത്താമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി സാന്ത്വന പരിചരണ രംഗത്ത് രോഗികളുടെയും കുടുംബങ്ങളുടെയും ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമെ മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും പിന്തുണ നൽകാൻ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി സാന്ത്വന പരിചരണ രംഗത്ത് രോഗികളുടെയും കുടുംബങ്ങളുടെയും ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമെ മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും പിന്തുണ നൽകാൻ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് വരുന്നത്. 11ാമത്തെ ചോദ്യം, ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം മനിക ബത്ര. മനിക ബത്രയാണ് ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. 12ാമത്തെ ചോദ്യം, 2024 മെയ്യിൽ ചട്ടമ്പി സ്വാമിയുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ശ്രീകണ്ഠേശ്വരം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരത്തിലാണ് 2024 മെയ്യിൽ ചട്ടമ്പി സ്വാമിയുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 2024 മെയ്യിൽ ജാനകി കാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മൂങ്ങകൾ ഏതൊക്കെയാണ്? ഉത്തരം റിപ്ലി മൂങ്ങ, സൈരന്ധ്ര നത്ത്. റിപ്ലി മൂങ്ങ, സൈരന്ധ്ര നത്ത് എന്നിവയാണ് 2024 മെയ്യിൽ ജാനകി കാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മൂങ്ങകൾ. 14ാമത്തെ ചോദ്യം, 2024 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ആട്ടം. സംവിധാനം ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന സിനിമയാണ് 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്.
15ാമത്തെ ക്വസ്റ്റ്യൻ, ഗോൾഡൻ വിസയ്ക്ക് സമാനമായി 10 വർഷം സാധ്യതയുള്ള ഗെയിമിംഗ് വിസ അവതരിപ്പിച്ചത് ഏതു രാജ്യമാണ്? ഉത്തരം ദുബായ്. ദുബായ് ആണ് ഗോൾഡൻ വിസയ്ക്ക് സമാനമായി 10 വർഷം സാധ്യതയുള്ള ഗെയിമിംഗ് വിസ അവതരിപ്പിച്ച രാജ്യം. Thank you for watching this video. Please like, share and subscribe.